മാസ്റ്റർ പ്രണാമം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉപനിഷത്തുകളെ യഥാർത്ഥത്തിൽ അറിയാൻ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം വളരെയധികം സഹായകരമാണ് എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഛാന്തോക്യ ഉപനിഷത്തില് 3-ാമത്തെ ചാപ്റ്ററിൽ 19-ാമത്തെ ഖണ്ഡമാണ് വായിക്കുന്നത്. ബ്രഹ്മാണ്ഡം ആദിത്യോ ബ്രഹ്മേത്യോദശക്സ്യോപവ്യാഖ്യാന അസദേവമാന അസീന്തത് സദാസി തത്സമഭവത്തദാണ്ഡം നിരവർത്തത തത്സംവത്സരസ്യ മാത്രാമശയത തത്രിരഭിതത തേ അണ്ഡകപാലേ രജതം ച സുവർണ ചാഭക്തം. സൂര്യൻ ബ്രഹ്മമാണ്. അതാണ് ശിക്ഷണം. കൂടുതൽ വിശദീകരണം ഇങ്ങനെയാണ്. ആരംഭത്തിൽ ഈ ലോകം വെറും അസത്യമായിരുന്നു. അത് അസ്തിത്വമായിരുന്നു. അത് വളർന്ന് അത് ഒരു അണ്ഡമായി മാറി. അത് ഒരു വർഷം അങ്ങനെയായിരുന്നു. അത് പിളർന്നു. അതിൽ നിന്നും വെള്ളിയായി ഒന്ന് സ്വർണമായി. 2-ാമത്തെ ശ്ലോകം തദ്രജതമംസ്യേയം പൃഥിവി യത് സുവർണം സാ ദ്യൗര്യജ്ജരായു തേ പർവത യദുൽബംസ മേഘോ നീഹാരോ യാ ധനയസ്താ ദദ്യോ യദ്വാസ്തേയമുദകം സ സമുദ്ര. വെള്ളിയായിരുന്നത് ഭൂമിയാണ്. സ്വർണമായിരുന്നത് ആകാശമാണ്. പുറമേയുള്ള ആവരണം മലകളാണ്. ഉള്ളിലുള്ള ആവരണം മേഘവും മഞ്ഞുമാണ്. സിരകൾ പുഴകളാണ്. ഉള്ളിലുള്ള ദ്രാവകം സമുദ്രമാണ്. അഥ യത്ത ജായത യോസാവാദിത്യസ്തം ജായമാനം ഘോഷ ഉല്ലുവോടൻ ദതിഷ്ഠാം തസവർണാനി സർവാണി ച ഭൂതാനി ച സർവേ ച കാമാസ്തസ്മാത്തദ്യോദയം പ്രതി പ്രത്യായതം പ്രതി ഘോഷ ഉല്ലുവോനുസ്തിഷ്ഠന്തി സർവാണി ച ഭൂതാനി സർവേ ചൈവ കാമാഹ. അങ്ങനെ ജനിച്ചവൻ ആ സൂര്യൻ ആണ്. അത് ജനിച്ചപ്പോൾ ശബ്ദങ്ങളും കരച്ചിലുകളും എല്ലാം
വ്യക്തിത്വങ്ങളും ആഗ്രഹങ്ങളും അവിടേക്ക് ഉയർന്നു. അങ്ങനെ ആ ഉയർച്ചയിൽ ഓരോ തിരിച്ചുവരവിലും ഉയർച്ചയിലും തിരിച്ചുവരവിലും ശബ്ദങ്ങളും കരച്ചിലുകളും എല്ലാ വ്യക്തിത്വങ്ങളും ആഗ്രഹങ്ങളും അങ്ങനെ അങ്ങോട്ട് ഉയർന്നു. നാലാമത്തത് ഏതമേവം വിദ്വാൻ ആദിത്യം ബ്രഹ്മേത്യുപാസ്തേഭ്യാശോഹ യതേനം സാധവോ ഘോഷ ആച ഗച്ഛേയുരൂപ ച നിമ്രേടേരൻ. ഇതറിയുന്നവൻ സൂര്യനെ ബ്രഹ്മാവായി ഉപാസിക്കുന്നു. സന്തോഷം നിറഞ്ഞ ശബ്ദങ്ങൾ അവനിൽ വരാനുള്ള സാധ്യത ഉണ്ടാകുന്നു, അവനെ ആനന്ദിപ്പിക്കുന്നു. ഇത് വീണ്ടും ബാബുജി മഹാരാജ്, ലാലാജി മഹാരാജൻ പറഞ്ഞിട്ടുള്ള സത്യങ്ങളെ ഉദ്ഘോഷിക്കുകയാണ്. ആദ്യം ഉണ്ടായിരുന്നത് അസത്തായിരുന്നതാണ്. അസത്ത് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അസത്യവും സത്യവും ഇല്ലാത്ത തം എന്നുള്ള അവസ്ഥ. അവിടെ ചലനങ്ങളില്ല, ഒന്നുമില്ലായ്മ, നത്തിങ്നെസ് എന്ന് പറയുന്നു. ഡാർക്ക്നെസ് ഇൻ ഡാർക്ക്നെസ്. അവിടെ നിന്നും കേന്ദ്രം രൂപീകരിക്കപ്പെടുന്നു. അവിടെ ഒരു പ്രസൻസ് രൂപീകരിക്കപ്പെടുന്നു. ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രകടമാവാൻ തക്കോണം ഒരു മാഗ്നറ്റ് അവിടെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് എപ്പോഴും ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാം, വേണമെങ്കിൽ തമ്മിൽ പ്രകടമാവാതിരിക്കാം, സെന്ററായിട്ട് നിൽക്കാം. സെന്ററിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തിരിയുമ്പോൾ അവിടെ ക്രമേണ ക്ഷേത്രത്തിന്റെ ഭാവം, പിന്നെ അഹംഭാവം ഒക്കെ വരുന്നു. വൈബ്രേഷൻസ് ഉണ്ടാവുന്നു. വൈബ്രേഷൻസ് ഉണ്ടാവുമ്പോൾ പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നു. അതാണ് ഇവിടെ ഭൂമിയെയും ആകാശത്തെയും കുറിച്ചെല്ലാം പറയുന്നത്. സ്പേസ്, അതുപോലെ തന്നെ വാട്ടർ, ഫയർ. അപ്പൊ ആദ്യം ഉണ്ടായത് ഈ 3 എലിമെന്റ്സ് ആണ്. അതിനുശേഷമാണ് ഭൂമിയും പിന്നെ വായുവും ഉണ്ടായത്. സഹജമാർഗത്തിൽ 12ാമത്തെ പോയിന്റ് ഭൂമിയും വായുവും ഇല്ല എന്ന് ദാജി റിവീൽ ചെയ്യുന്നുണ്ട്. എലിമെന്റ്സ് ഇല്ല. അവിടുന്ന് താഴേക്ക് വരുമ്പോൾ, ഡിസെൻഡ് ചെയ്യുമ്പോഴാണ് ഭൂമി വരുന്നത്. അതായത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ഒരു ശരീരം വേണം, ചിന്തിക്കാൻ ഒരു മനസ്സിന്റെ പ്രവർത്തനം വേണം, ഡിസ്ക്രിമിനേറ്ററി ഭാവം വേണം. ഇത് രണ്ടിനെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് വായുവും ഭൂമിയും. അപ്പൊ ആദ്യം കോൺഷ്യസ്നസ് മാത്രമേ ഉള്ളൂ. കോൺഷ്യസ്നസ് ആണ് കണ്ടന്റ്, സംസാരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഉള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ സംസാരമില്ല. ഒരാൾക്ക് എന്താണോ അതന്നെ മറ്റേയാൾക്കും ഉള്ളിലുണ്ട്. പരസ്പരം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ കോമ്പറ്റീഷൻ ഇല്ല. അങ്ങനെ ഒരു സമൂഹത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കും. ചിന്തിക്കേണ്ട മുമ്പേ തന്നെ എല്ലാവരും ഒന്ന് തന്നെയാണ്, ചിന്തിക്കുന്നതന്നെ ഒരുപോലെയാണ്. അപ്പൊ എക്സ്പ്രഷൻസ് ഒക്കെ പ്യൂർ ലവിലായിരിക്കും. ഒരിക്കലും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അവിടെ നിന്നും മനസ്സ് രൂപീകരിക്കപ്പെടുന്നു, അഹംബോധം പ്രകടമാവുന്നു. അഹംബോധം പ്രകടമാകുമ്പോൾ ജാഗ്രത അവസ്ഥയ്ക്കുള്ള സാധ്യത വരുന്നു. ജാഗ്രത അവസ്ഥ ഉണർന്ന് ഇരിക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നതാണ് സൂര്യൻ. സൂര്യൻ ആ ബ്രഹ്മത്തിന്റെ പ്രതീകമാണ്. കാരണം സെൽഫ് ഇല്യൂമിനന്റ് ആണ്. ഒരിക്കലും വെളിച്ചം കെട്ടുപോകില്ല എന്ന് തോന്നും, പക്ഷെ വെളിച്ചം തീർച്ചയായിട്ടും സൂര്യന്റെ അവസാനിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കാണില്ല. കാരണം സൂര്യന്റെ വെളിച്ചം പോയാൽ നമ്മളില്ല, ഞാനില്ല. അപ്പൊ എന്റെ പ്രസൻസ് സൂര്യന്റെ പ്രസൻസ് വളരെയധികം കണക്റ്റഡ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂര്യൻ ഉണ്ടെങ്കിൽ ഞങ്ങളുണ്ട്, ഞാനുണ്ട്. ഈ ഭൂമിയിൽ ജാഗ്രത അവസ്ഥയുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അവസ്ഥയില്ല. അതുകൊണ്ട് സൂര്യനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കണം. അത് മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ദുഃഖങ്ങളില്ലാതെ ഇവിടെ ജീവിക്കാം. ഇല്ലെങ്കിൽ ജനിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ജനിക്കുന്നു. ലോകം വിട്ടുപോകുന്നു സങ്കടമായിട്ട്, അവിടെ ഒച്ചപ്പാടും ബഹളമാണ്. സമാധാനമായിട്ട് ഒരു ജീവിതം ഇവിടെ കാക്ഷിക്കാൻ പറ്റില്ല. ചിരിച്ചുകൊണ്ട് ആരെയും ജനിച്ചിട്ടുണ്ടോ? ഗുരുനാനക്ക് അങ്ങനെ ജനിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കഥയാണോ എന്നറിയില്ല. കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത്. മരിക്കുമ്പോഴോ കരയിച്ചുകൊണ്ട് മരിക്കുന്നു പറയും. പോകുന്ന ആളും കരയാൻ പറ്റാത്തതുകൊണ്ട് കരയുന്നില്ല, പക്ഷെ അത്രയും ദുഃഖത്തോടാണ് പോകുന്നത്. ലോകം വിടാൻ താല്പര്യമൊന്നുമില്ല. അങ്ങനെയാണ് ഈ ലോകം വിട്ടിട്ട് പോകുന്നത്, കുറ്റബോധത്തോട് വിഷമത്തോട് കൂടിയിട്ട്. ഇതാണ് കരച്ചിലോടുള്ള ഉണരലും കരച്ചിലോടുകൂടിയുള്ള തിരിച്ചുപോക്കും എന്നിവിടെ പരാമർശിക്കുന്നത്. അപ്പൊ സന്തോഷം നിറഞ്ഞ ശബ്ദങ്ങൾ അവനിൽ വരാൻ തുടങ്ങും. സൂര്യനാണ്
ബ്രഹ്മം. അതുപോലെ എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉറവിടം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മരണമില്ല എന്ന് മനസ്സിലാവും. പിന്നെ എന്തിനാ കരയണം, എന്തിനാണ് വല്ലാതെ ആഹ്ലാദിക്കുന്നത്? എല്ലാം ഒരു ബാലൻസ്ഡ് എക്സിസ്റ്റൻസിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ നമ്മളിൽ ഈ തരത്തിലെ മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ സ്വഭാവത്തിലുള്ള ഈ ബാലൻസ് കൊണ്ടുവരണം. ഉയർച്ചകളും താഴ്ചകളും കുറയ്ക്കണം. ജീവിതത്തിൽ എല്ലാം മോഡറേഷനിൽ വേണം എന്ന് ലാലാജി മഹാരാജ് പറയുന്നത് അതുകൊണ്ടാണ്. എപ്പോഴും ഉണർന്നിരിക്കുക, എപ്പോഴും ഉറങ്ങുക. ജാഗ്രത അവസ്ഥയിലേക്ക് കൂടുതൽ കണക്ട് ആവുക, സുഷുപ്തി അവസ്ഥയിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുക. ഇത് രണ്ടും പാടില്ല. ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് രണ്ടും പാടില്ല. ഇത് മോഡറേഷൻ. അതാണ് മിഡിൽ വേ എന്ന് ഗൗതമ ബുദ്ധൻ പറഞ്ഞു. ആ മിഡിൽ വേയെ കുറിച്ചാണ് ഇവിടെ ഛാന്തോക്യ ഉപനിഷത്ത് പരാമർശിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പൊ ബ്രഹ്മാവ് എന്നുള്ള സൃഷ്ടാവിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ മിഡിൽ വേ വേണം. ബ്രഹ്മാവിനും ജനന മരണ ചക്രങ്ങളുണ്ട്. അതായത് ബ്രഹ്മാവാണ് ഞാൻ. ഇതിനു മുമ്പേ പറഞ്ഞു, പല മുഖങ്ങളുടെ ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നത് അഹംബോധമാണ്. അത് മറികടക്കണം എന്നുണ്ടെങ്കിൽ മോഡറേഷൻ വേണം. സൃഷ്ടിയിലേക്കും സംഹാരത്തിലേക്കും രണ്ടിലേക്കും തിരിയാതെ യഥാർത്ഥത്തിൽ ഞാൻ അജൻ ആണ്, അമരനാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ട്, അതാണ് ശരിക്കും ഇന്റഗ്രേറ്റഡ് ആയിട്ട് പേഴ്സണാലിറ്റി. പ്രവർത്തിക്കാൻ മാത്രമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഞാൻ. അതിലപ്പുറം ഈ ഞാൻ എന്നുള്ള ഈ അഹംബോധത്തിന് വേറെ റോളൊന്നുമില്ല. കർമ്മം ചെയ്യുക, ഇവിടെ എന്താണോ അലോട്ട് ചെയ്ത് അത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം, അതിലപ്പുറമില്ല. അത് കഴിഞ്ഞാൽ വാള് ഉറയിലേക്ക് ഇടുന്ന പോലെ ഞാൻ അപ്രത്യക്ഷമാവും. പേരുകൾക്ക് പ്രാധാന്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ട്രാൻസിഷൻ നമ്മുടെ ഉള്ളിൽ വരണം എന്നുള്ളതാണ് നമ്മൾ ഇതെല്ലാം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ചാന്തോക്യ ഉപനിഷത്തിന്റെ തന്നെ ഡെപ്തിലേക്ക് പോകാൻ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ വളരെ സഹായകരമാവും എന്നാണ് എനിക്ക് അതിന് തോന്നുന്നത്. എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.